1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ മോശെയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്തുനിന്ന് ഓടിച്ചു കളയും എന്ന് അരുളിച്ചെയ്തു. ദൈവം പിന്നെയും മോശെയോട് അരുളിച്ചെയ്തതെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും സർവ്വശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം ചെയ്തിരിക്കുന്നു. മിസ്രയീമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നുവെന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശെ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ചെന്നു മിസ്രയീം രാജാവായ ഫറവോനോട് ഇസ്രായേൽ മക്കളെ തന്റെ ദേശത്തുനിന്ന് വിട്ടയപ്പാൻ പറക എന്ന് കൽപ്പിച്ചു. അതിനു മോശെ, ഇസ്രായേൽ മക്കൾ എന്റെ വാക്ക് കേട്ടില്ല, പിന്നെ ഫറവോൻ എങ്ങനെ കേൾക്കും? ഞാൻ വാഗ്വൈഭവം ഉള്ളവനല്ലോ എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു. അനന്തരം യഹോവ മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് അവരെ ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്കും മിസ്രയീം രാജാവായ ഫറവോന്റെ അടുക്കലേക്കും നിയോഗിച്ചയച്ചു. അവരുടെ കുടുംബത്തലവന്മാർ ആരെന്നാൽ, ഇസ്രായേലിന്റെ ആദിജാതനായ രൂബേന്റെ പുത്രന്മാർ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഇവ രൂബേന്റെ കുലങ്ങൾ. ശിമെയോന്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ. കനാന്യസ്ത്രീയുടെ മകനായ ശൌൽ. ഇവ ശിമെയോന്റെ കുലങ്ങൾ. വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഇവ: ഗേർശോൻ, കഹാത്ത്, മെരാരി. ലേവിയുടെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഗേർശോന്റെ പുത്രന്മാർ കുടുംബസഹിതം ലിബ്നിയും ശിമെയും ആയിരുന്നു. കഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൻ, ഉസിയേൽ. കഹാത്തിന്റെ ആയുഷ്കാലം 133 സംവത്സരം. മെരാരിയുടെ പുത്രന്മാർ മഹ്ലി, മൂശി. ഇവർ വംശപാരമ്പര്യപ്രകാരം ലേവിയുടെ കുലങ്ങൾ ആകുന്നു. അമ്രാം തന്റെ പിതാവിന്റെ സഹോദരിയായ യോഖേബേദിനെ വിവാഹം കഴിച്ചു. അവൾ അവനു അഹരോനെയും മോശയെയും പ്രസവിച്ചു. അമ്രാമിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. ഇസഹാറിന്റെ പുത്രന്മാർ കോരഹ്, നേഫെഗ്, സിക്രി. ഉസിയേലിന്റെ പുത്രന്മാർ മീശായേൽ, എൽസാഫാൻ, സിത്രി. അഹരോൻ അമ്മീനാദാബിന്റെ മകളും നഹോശോന്റെ സഹോദരിയുമായ എലീശേബയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവൾ അവന് നാദാബ്, അബിഹു, എലയാസാർ, ഈഥമാർ എന്നിവരെ പ്രസവിച്ചു. കോരഹിന്റെ പുത്രന്മാർ അസൂർ, എൽക്കാന, അബിയാസാഫ്. ഇവ കോരഹ്യ കുലങ്ങൾ. അഹരോന്റെ മകനായ എലയാസാർ ഫുതിയേലിന്റെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം കഴിച്ചു. അവൾ അവന് ഫീനഹാസിനെ പ്രസവിച്ചു. ഇവർ കുലം കുലമായി ലേവ്യ കുടുംബത്തലവന്മാരാകുന്നു. നിങ്ങൾ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായും മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിപ്പീൻ എന്ന് യഹോവ കൽപ്പിച്ച അഹരോനും മോശെയും ഇവർ തന്നെ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംസാരിച്ചവർ ഈ മോശെയും അഹരോനും തന്നെ. യഹോവ മിസ്രയീം ദേശത്ത് വെച്ച് മോശെയോട് അരുളിച്ചെയ്ത നാളിൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും നീ മിസ്രയീം രാജാവായ ഫറവോനോട് പറയണം എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചു. അതിന് മോശെ, ഞാൻ വാഗ്വൈഭവമില്ലാത്തവൻ, ഫറവോൻ എന്റെ വാക്ക് എങ്ങനെ കേൾക്കും എന്ന് യഹോവയുടെ സന്നിധിയിൽ പറഞ്ഞു.